ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഫ്രഞ്ച് പെർഫ്യൂം എന്നാണ്. എല്ലാവരും പറയുന്നുണ്ട് ഫ്രഞ്ച് പെർഫ്യൂം അല്ലേ. ഇതെന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വേൾഡ് ക്യാപിറ്റൽ ഓഫ് പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ചിട്ടും ആ സ്ഥലം ഉണ്ടായതിനെ കുറിച്ചിട്ടും. അത് ഫ്രാൻസിലെ ഗ്രേസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒരു പെർഫ്യൂം നിർമ്മാണം ആരംഭിച്ചതിനെ കുറിച്ചിട്ട് നമ്മളൊരു ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിൽ നിന്ന് ഉത്ഭവിച്ച ഈ പെർഫ്യൂം ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതിനെ ഫ്രഞ്ച് പെർഫ്യൂം എന്ന രീതിയിൽ തന്നെ അറിയപ്പെടുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത നമ്മളെല്ലാവരും പറയലുണ്ടല്ലോ, നോട്ട്സ്, ടോപ്പ് നോട്ട്, മിഡിൽ നോട്ട്, ബേസ് നോട്ട് എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ പ്രത്യേകമായ രീതിയിൽ മനസ്സിലാക്കുകയും അതിനെ വേർതിരിച്ചെടുക്കുകയും ആ രീതിയിലുള്ള ഒരു മിക്സിങ്, ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും ചെയ്തത് ഫ്രാൻസിൽ നിന്നാണ്. അതുകൊണ്ടാണ് കൂടുതലും ഇതിനെ ഫ്രഞ്ച് പെർഫ്യൂം എന്ന് പറയപ്പെടുന്നത്. ഈ രീതിയിൽ പെർഫ്യൂമിനെ സജ്ജീകരിച്ചതോടുകൂടി വളരെയധികം അന്ന് വരെ കാണപ്പെടാത്ത സങ്കീർണമായ സുഗന്ധങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തു. പിന്നെ ഫ്രാൻസിലെ പാരീസ് ലോകത്തിലെ പെർഫ്യൂം ഇൻഡസ്ട്രി അല്ല, കോസ്മെറ്റിക് ഇൻഡസ്ട്രി തന്നെ ലീഡ് ചെയ്യുന്നതോടുകൂടി ഫ്രഞ്ച് പെർഫ്യൂം ലോക പ്രശസ്തമായി. ഡയോർ, ചാനലൊക്കെ ഫ്രാൻസിൽ നിന്നുള്ള ബ്രാൻഡുകളാണ്. അപ്പൊ ഈ ഫ്രഞ്ച് പെർഫ്യൂമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇവിടെ കമന്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.